40കളിൽ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ രഹസ്യരേഖകൾ അച്ചടിക്കുന്ന ഒരു അച്ചടിശാലയുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി കൃഷ്ണപിള്ളയുടെ സന്ദേശമെത്തുന്നു. അച്ചടിശാല അവിടെ നിന്ന് മാറ്റണം. സംശയകരമായി ഒരാളും അവിടെ എത്തിയതായി പ്രവർത്തകർ ഓർക്കുന്നില്ല. ആകെ കൂടി എത്തിയത് ഒരു പായ വിൽപ്പനക്കാരനായിരുന്നു. മറ്റാരുമായിരുന്നില്ല ആ പായ വിൽപ്പനക്കാരൻ, സഖാവ് കൃഷ്ണപിള്ളയായിരുന്നു. അച്ചടിശാല സുരക്ഷിതമാണോ എന്നറിയുവാൻ പാർട്ടി സെക്രട്ടറി തന്നെ വേഷം മാറി വന്ന കഥ പറഞ്ഞത് കേസരി എ ബാലകൃഷ്ണപിള്ളയായിരുന്നു. 40കളിലെ ഒരു കർക്കിടക മാസത്തിൽ കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെത്തിയ കൃഷ്ണപിള്ളയുടെ ഒരു ഓർമ്മചിത്രമുണ്ട് TVK എഴുതിയ സഖാവ് എന്ന പുസ്തകത്തിൽ. കൂരിരുട്ടും കോരിച്ചൊരിയുന്ന മഴയുമാണ്. പാർട്ടിയുടെ അതിസുപ്രധാന രേഖകളടങ്ങിയ ഒരു തുണിസഞ്ചിയുമായി സഖാവ് കൃഷ്ണപിള്ള അഞ്ചരക്കണ്ടിയിലെത്തുന്നു. മുനിഞ്ഞു കത്തുന്ന ടോർച്ചുമായി എസ്കോട്ടിന് മറ്റൊരാൾ കൂടി സഖാവിൻ്റെ കൂടെയുണ്ട്. അഞ്ചരക്കണ്ടിപ്പുഴ വെള്ളം പൊങ്ങി പരിസരം തിരിച്ചറിയാനാകാതെ കടൽ പോലെ പരന്നൊഴുകുകയാണ്. പാലത്തിൻ്റെ സ്ഥാനം ഏതാണ്ട് കാണിച്ചു കൊടുത്ത് എസ്കോട്ടിന് വന്നയാൾ എങ്ങനെയോ തപ്പി അക്കരെയെത്തി. പാലത്തിൽ ചവിട്ടിയ കൃഷ്ണപിള്ള കാൽ വഴുതി പുഴയിൽ വീണു. മറുകരയിൽ നിന്ന് എസ്കോട്ടിന് നിലവിളിക്കുവാൻ പോലുമായില്ല. കയ്യിലുള്ള സഞ്ചി കൈവിടാതെ സഖാവിന് നീന്താനുമാകില്ല. എങ്ങനെയോ മുങ്ങിയും പൊങ്ങിയും സഖാവ് കരപറ്റി. അപ്പോഴും കൃഷ്ണപിള്ളയുടെ നെഞ്ചോട് ചേർന്ന് ആ തുണിസഞ്ചിയും ഉണ്ടായിരുന്നു. സഞ്ചി ഉപേക്ഷിക്കാമായിരുന്നില്ലേ എന്ന് എസ്കോട്ട് ചോദിച്ചു. കൃഷ്ണപിള്ള സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, ഇതൊരു വെറും സഞ്ചിയല്ല, പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ ഓഫീസാണ്. ഓഫീസ് ഒലിച്ചുപോയാൽ പിന്നെ സെക്രട്ടറി എന്തു ചെയ്യും?